എല്ലാവർക്കും സച്ചൂസ് ടേസ്റ്റി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ റാഗി ഇഡ്ഡലിയാണ് തയ്യാറാക്കുന്നത്. അത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് റാഗിക്കുള്ള കുറച്ച് ഗുണങ്ങളും ദോഷഫലങ്ങളും ഒക്കെ ഞാൻ പറയാം. റാഗിക്ക് ഫിംഗർ മില്ലറ്റ് എന്നൊരു വിളിപ്പേരുണ്ട്. നാരുകൾ, ധാതുക്കൾ, അമിനോ ആസിഡുകൾ എന്നിവയാൽ സമ്പുഷ്ടമാണ് റാഗി. റാഗി പ്രമേഹമുള്ളവർക്ക് നല്ലൊരു ഭക്ഷണമാണ്. ചർമ്മ പ്രശ്നങ്ങൾക്കുള്ള ഉത്തമ പരിഹാരം കൂടിയാണ്. തൈറോയ്ഡ്, വൃക്കരോഗം, മലബന്ധം, ഗ്യാസ് ട്രബിൾ ഇതൊക്കെ ഉള്ളവർ അധികവും റാഗി കഴിക്കാതിരിക്കുന്നതാണ് നന്ന്. 1 കപ്പ് റാഗിയും 1/4 കപ്പ് ഉഴുന്നും 1 ടീസ്പൂൺ ഉലുവയും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 2-3 വെള്ളം കഴുകി വൃത്തിയാക്കി സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഒരു 6 മണിക്കൂർ അടച്ചു വയ്ക്കാം. നന്നായി അരച്ചെടുക്കാം, നമ്മുടെ ദോശമാവ് പോലെ. റാഗി എല്ലാം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്, നന്നായി അരഞ്ഞിട്ടുണ്ട്. അതിലെ കുത്തു ബ്രൗൺ കളർ കാണുന്നത് അതിൻ്റെ തോലാണ്. അത് തോലെടുക്കുകയൊന്നും വേണ്ട, എല്ലാം കൂടെ ചേർത്ത് തന്നെയാണ് നമുക്ക് എടുക്കേണ്ടത്. ഇതൊന്ന് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. അത് പുളിക്കാൻ വേണ്ടി, ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് ഓവർനൈറ്റ് വെച്ചേക്കാം. നമുക്ക് അടച്ചു വയ്ക്കാം. ഇത് തുറന്ന് നോക്കാം. ഓവർനൈറ്റ് ഇരുന്നിട്ട് ഇതുപോലെ ആയിട്ടുണ്ട്, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. റാഗി ശരീരഭാരം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉത്തമ ഭക്ഷണമാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. നമുക്ക് എന്നിട്ട് നന്നായിട്ട് ഇളക്കാം. മാവ് നല്ല പുളിച്ചിട്ടുണ്ട്. ഒരു പുളിച്ച മണം, ചെറുതായിട്ട് ഒരു പുളിച്ച മണം അടിക്കുന്നത്. ഇനി ഇതുകൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കാം. ഇഡ്ഡലിയോ ദോശയോ എന്ത് വേണോ നമുക്ക് ഇതിൽ ചെയ്തെടുക്കാം. ഇഡ്ഡലി റെഡിയായിട്ടുണ്ട്. റാഗിക്ക് പഞ്ഞപ്പുല്ല്, കുവരവ്, മുത്താറി എന്ന പേരുകളിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഇങ്ങനെ നിങ്ങളുടെ റാഗി ഇഡ്ഡലി ഇത് വളരെ സോഫ്റ്റായ ഇഡ്ഡലിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കണം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ബട്ടൺ കൂടെ അമർത്തണം, എങ്കിലേ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.